പാലക്കാട് നഗരസഭയുടെ ഭരണം പോകും? ഒരു ഭരണം പോയില്ല. ഇത് പന്തളത്ത് എന്തായിരുന്നു വേളം അല്ലേ? ഏതാര് അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. കേട്ടില്ല? ഈ പാലവീണ ജയിത്താൻ എന്ന് പറഞ്ഞു മലബാറിലെ ഒരു പാല വീണു പോയാലേ ജയിത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? അല്ല, അത് അങ്ങനെ പറയാൻ കഴിയും. കാരണം നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ പാലക്കാട് ഒരു പരീക്ഷണം നടത്തിയ വൻ വോട്ടിന് പരാജയപ്പെട്ടു. ജയിക്കുമെന്നല്ലാതെ തോൽക്കൊന്നും പറയാൻ പറ്റില്ല, അത് സത്യമാണ്. പക്ഷെ അത് സന്ദീപ് വാര്യർ അവിടുന്ന് പോയത് എഫക്ട് ചെയ്തില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്? അത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് അവര് പറയട്ടെ. അല്ല, അവരോട് ചോദിക്കുക, എന്നോട് ചോദിക്കില്ല. കൃഷ്ണകുമാറിന്റെ അമിതമായ ഇടപെടലും സ്വാധീനമാണ് പാലക്കാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയണ്ടല്ലോ. ഒന്നുമില്ല സാറേ, ഒരാൾക്കും അവിഹിതമായി ഇടപെടാൻ പറ്റില്ല. 1000 വക്താക്കൾ ജനറൽ സെക്രട്ടറി ആവുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അത് മറന്നുപോയി. നിങ്ങളിങ്ങനെ ഓരോന്ന് അടിച്ചുകൂടുക, ആൾക്കാരെ എന്നിട്ട് കുഴിയിലിറക്കാം. 900 വക്താക്കളുണ്ട് BJP-യിലെ ഒരു അല്ല, അദ്ദേഹം BJP-യുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. BJP-ക്ക് 300 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. നമസ്കാരം. പാലക്കാടൻ കാറ്റ് തൽക്കാലം കെട്ടടങ്ങി. പ്രശാന്ത് ശിവൻ തന്നെ അവിടെ BJP ജില്ലാ പ്രസിഡന്റായി. എന്നാൽ കലഹിച്ചു നിൽക്കുന്ന 9 കൗൺസിലർമാർ എന്ന് വെച്ചാൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ളവർ ആ ചടങ്ങിന് എത്തിയില്ല. അച്ചടക്കത്തിന്റെ വാൾ ഇപ്പോൾ ഊരും എന്ന് ഭീഷണിപ്പെടുത്തിയ സുരേന്ദ്രന് അത് ക്ഷീണമായി. പ്രശാന്ത് വന്നെങ്കിലും എല്ലാം ശാന്തമല്ല എന്നത് വ്യക്തമായി. ചടങ്ങിലെ വിട്ടുനിൽക്കലിൽ വിമതരുടെ പ്രതിഷേധം അവസാനിക്കില്ല. ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അത് തുറന്നടിച്ചിട്ടുണ്ട്. അവസാന നിമിഷം RSS കളത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് പാലക്കാട് ആരും പാലം വലിക്കാഞ്ഞത്. പക്ഷേ ആ പാലത്തിന് എത്രമാത്രം ബലമുണ്ട്, എത്രമാത്രം കെട്ടുറപ്പുണ്ട്? വിമതർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ RSS മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. RSS അനുനയിപ്പിച്ചതോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് സന്ദീപ് വാര്യർ, CPM-ൽ നിന്നും നിതിൻ കണിച്ചേരി, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, പാലക്കാട് ഒരു ഭരണപ്രതിസന്ധി ഉണ്ടാവുക BJP-യിൽ, അതിനുശേഷം അവിടെ ഒരു ഭരണ അട്ടിമറി ഉണ്ടാവുക, അതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന അംഗീകാരം താങ്കളെ തേടിയെത്തുക, അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഇരുട്ടി വെളുത്തപ്പോൾ മോഹഭംഗമുണ്ടോ താങ്കൾക്ക്? നോക്കൂ, ഇവിടെ BJP-ക്കകത്ത് പ്രശ്നമുണ്ടായത് എങ്ങനെയാണ്? ആ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഉത്തരവാദിയാണ്? BJP-ക്കകത്ത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ അവരോധിക്കാനുള്ള നീക്കം നടന്നപ്പോൾ അതിനകത്തുള്ള സീനിയർ നേതാക്കന്മാരും മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള സീനിയർ നേതാക്കൾ എല്ലാവരും ചേർന്ന് പരസ്യമായിട്ടൊരു വിമതയോഗം മാധ്യമങ്ങൾക്ക് മുൻപിൽ ചേർന്നു. അവർ തന്നെ പലരും വന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് പറഞ്ഞു. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. സ്വാഭാവികമായിട്ടും 3 മാസം മുൻപ് BJP-യിൽ നിന്ന് ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നോട് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടി. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിലപ്പുറം BJP-ക്കകത്ത് പോയിട്ട് ഇത്രയും 80 പേരുടെ വിമതയോഗം വിളിക്കാനുള്ള സംവിധാനമൊക്കെ എനിക്കുണ്ട് എന്നാണ് BJP-ക്കാർ പറയുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്റെ സ്വാധീനമായിരിക്കണം. എന്തായാലും ഞാനല്ല യോഗം വിളിച്ചിട്ടുള്ളത്. അവിടെ യോഗം വിളിച്ചത് BJP-യുടെ ദേശീയ കൗൺസിൽ അംഗം അടക്കമുള്ള സീനിയർ നേതാക്കളാണ്. അവരാണ് പരസ്യമായിട്ട് പ്രതികരിച്ചത്. ഇപ്പം മാത്രമല്ലോ, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിനെ വിളിച്ചത് എന്താ? പൊട്ടൻ എന്നല്ലേ വിളിച്ചത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ പാലക്കാട്ട് ഇപ്പൊ വാസ്തവത്തിൽ BJP-യുടെ സംസ്ഥാന നേതൃത്വം വാസ്തവത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. നടപടി പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് BJP പാലക്കാട് പോയിരിക്കുന്നു. ഈ കണ്ണുരുട്ടലും വിരട്ടലും ഒന്നും പാലക്കാട് ചെലവാകുന്നില്ല. അവസാനം ഇന്നലെ പുലർച്ചെ 3 മണിക്ക് RSS-ന്റെ നേതൃത്വം വന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണെന്ന് പാലക്കാട്ടെ യഥാർത്ഥ ചിത്രമായിരുന്ന എല്ലാവർക്കും അറിയാം. പാലക്കാട് ഏറെ കാലമായി തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ്. C കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ BJP-യെ അവിഹിതമായി കൈവശം വെക്കുന്ന ഒരു മാഫിയ സംഘത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ വസ്തുതാപരമാണെന്ന് ഇന്ന് പാലക്കാട്ടെ മറ്റുള്ള BJP പ്രവർത്തകർക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. അല്ലല്ല, ആ തീർപ്പ് കൽപ്പിക്കലിലാണ് ഒരു ശരികേടുള്ളത്, ഒരു രാഷ്ട്രീയ ശരികേടുള്ളത്. സന്ദീപ്, അങ്ങ് ഇരുത്തം എന്ന പൊതുപ്രവർത്തകനാണ്.
പല പാർട്ടികളിലും പലതരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ പരസ്യ കലാപങ്ങളിലേക്ക് പോകും. നടപടി ഉണ്ടാകണമെന്നില്ല, അച്ചടക്ക നടപടി ഉണ്ടാകണമെന്നില്ല. പക്ഷേ അച്ചടക്ക നടപടി ഉണ്ടാകാത്തത് നേതൃത്വത്തിന്റെ ദൗർബല്യമാണെന്ന വിമർശനങ്ങൾക്ക് അത് വഴിവെക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആത്യന്തികമായി വിജയിക്കുക എതിർകക്ഷികൾ അതിൽ നിന്ന് ഗുണഭോക്താക്കളായോ ഇല്ലയോ എന്ന വിലയിരുത്തലിലാണ്. ആ വിലയിരുത്തലിൽ എന്താണ് ഇപ്പോൾ സുരേന്ദ്രനൊരു ഹാനി തട്ടിയിരിക്കുന്നത്, കൃഷ്ണകുമാറിനൊരു ഹാനി തട്ടിയിരിക്കുന്നത്? അങ്ങനെ വിലയിരുത്താൻ കഴിയുന്ന എന്തുണ്ടായി? അല്ല, അത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യമാണല്ലോ. ബി ജെ പിയുടെ ആഭ്യന്തര കാര്യത്തിൽ ബി ജെ പിയിൽ ഏത് നേതാവിന് എത്രത്തോളം ഗുണമോ ദോഷമോ സംഭവിച്ചു എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രശ്നമേ അല്ല. ഞാനിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്, കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ബി ജെ പിക്ക് അകത്ത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ഗ്രാഫ് ഉയർന്നോ ഗ്രാഫ് താണോ എന്ന് സംബന്ധിച്ച് ഒരു അഭിപ്രായം അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ബി ജെ പിക്ക് മാത്രം ബാധകമായ ആഭ്യന്തര വിഷയമല്ല. അങ്ങ് പ്രതിനിധീകരിക്കുന്ന ഇപ്പോഴത്തെ ഈ കോൺഗ്രസിലും ഉണ്ടല്ലോ ആഭ്യന്തരമായിട്ടുള്ള ഇത്തരം അച്ചടക്കരാഹിത്യങ്ങൾ, പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രതികരണങ്ങൾ, ഇതൊക്കെയുണ്ട്. പക്ഷെ അവിടെയാണ് കാതലായ ചോദ്യം. ഒരു നിർണായക സന്ധിയിൽ ഇപ്പോൾ ഒരു ഭരണം അട്ടിമറിക്കുക, ഒരു നഗരസഭ പിടിക്കുക, ഒരു MLA ഇപ്പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരാളെ മറുകണ്ഠം ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കുക, തെരഞ്ഞെടുപ്പിന്റെ നിർണായക മുഹൂർത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്വാധീനമുള്ള ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുക, അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുമ്പോഴാണ് എതിർപ്പാളയത്തെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ വിജയം എന്ന നിലയിൽ ഇത് വിലയിരുത്തപ്പെടുക. ആ നീക്കങ്ങൾ ചാപിള്ളയായില്ലേ എന്നതാണ് ചോദ്യം. അല്ല, ആ ഒരു നീക്കം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ നീക്കം ഉണ്ടായത് ബി ജെ പിയുടെ ഉള്ളിൽ നിന്നാണല്ലോ. ബി ജെ പിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഫോടനം, ഒരു അഗ്നിപർവ്വത സ്ഫോടനം, അതിന്റെ മൂകസാക്ഷികളായി നിൽക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ജില്ലാ പ്രസിഡന്റിന്റെ അതിന്റെ മൂകസാക്ഷികളായി നിൽക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ഇങ്ങനെ ഒരു അടി പൊട്ടുന്നതിന് മുൻപ് VK ശ്രീകണ്ഠന്റെ പ്രതികരണമുണ്ട്. ഇതേ പാലക്കാട് നഗരസഭയിലേക്ക് കണ്ണയച്ചുകൊണ്ട് താങ്കളുടെ പ്രതികരണമുണ്ട്. അല്ല, എന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ എന്താ പറഞ്ഞത്? ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ അവരുടെ നിലപാട് പറയട്ടെ എന്നല്ലേ ഞാൻ പ്രതികരിച്ചത്. കോൺഗ്രസിലേക്കൊക്കെ പോകുന്ന ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമുണ്ടല്ലോ, അവിടെ അതിനുശേഷമുള്ളൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അവിടെ തീരുന്നതല്ല ഈ പാലക്കാട് BJPയുടെ ദൗർബല്യങ്ങൾ, അവിടെ തീരുന്നതല്ല പാലക്കാട് BJPക്ക് കിട്ടുന്ന തിരിച്ചടികളുടെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് VK ശ്രീകണ്ഠൻ പറയുകയുണ്ടായി. ഈ പറയുന്ന നഗരസഭയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അവിടെ നിന്നിങ്ങോട്ട് വരുന്നവർക്ക് സ്വാഗതമെന്ന്. ആ സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഞാനിപ്പോൾ താങ്കളോട് നിരന്തരം ചോദ്യം ചോദിച്ച് പ്രതിരോധിക്കുകയല്ല താങ്കളെ ഏതെങ്കിലും വിധത്തിൽ. ചോദ്യം ഇതാണ്: ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ എതിർകക്ഷികളുടെ ദൗർബല്യത്തെ ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയുക എന്നിടത്താണ് മറുകക്ഷികളുടെ വിജയം. അങ്ങനെ ഒരു വിജയം അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ പാലക്കാട്ടെ കാര്യങ്ങൾ മാറിയോ? നോക്കൂ, പാലക്കാട് കേവലം 48 മണിക്കൂർ നേരത്തെ ഒരു പുതിയ സംഭവ വികാസമാണല്ലോ ഉണ്ടായത്. അതിന് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ പാലക്കാട്ടെ BJP അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പരസ്യമായി പറഞ്ഞ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ്. ഞാൻ ഇറങ്ങിപ്പോന്നതിന് ശേഷം ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു എന്നാണല്ലോ BJP പറഞ്ഞിരുന്നത്. സന്ദീപ് പോയതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു, ഇതാ സംഘം ഇറങ്ങി, ഇനി കൃഷ്ണകുമാർ ജയിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ വോട്ട് ചോർന്ന് കനത്ത പരാജയം BJPക്ക് സംഭവിച്ചു. അപ്പോൾ BJPക്ക് സംഘടനാപരമായി വളരെയധികം വലിയ ദൗർബല്യം ഉണ്ടായി എന്നുള്ളത് എല്ലാവരും രാഷ്ട്രീയ പണ്ഡിറ്റുകളൊക്കെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണല്ലോ. അത് തുടരുന്നു എന്നല്ലേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ സാഹചര്യം ഒട്ടും പുറകോട്ട് പോവുകയല്ല, അത് പാച്ചപ്പ് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞില്ല, അത് തുടരുന്നു. അത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള പ്രശ്നം, അതായത് അവരുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുള്ളിലുള്ള ആളുകൾ ഉന്നയിച്ച പ്രശ്നം, അത് അവസാനിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷവും. അപ്പൊ പിന്നെ എങ്ങനെയാണ് പാച്ചപ്പ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നത്? അവർ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്? വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നിപ്പോ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ തൊട്ടപ്പുറത്തെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടും എന്തേ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള ആളുകൾ അവിടെ ചെല്ലാതിരുന്നത്? അങ്ങനെയാണല്ലോ. ഞങ്ങളെല്ലാം ഐക്യപ്പെട്ടു എന്ന് കാണിക്കണമെങ്കിൽ പൊതുസമൂഹത്തിനെ അത് ബോധ്യപ്പെടുത്തണമല്ലോ. ആ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യം എന്തേ ഇന്ന് കാണിക്കാൻ പറ്റാതെ പോയി? അപ്പൊ ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല, അത് അവസാനിക്കാനും പോകുന്നില്ല. അത് അവസാനിക്കാതെ ഇരിക്കാൻ കാരണം കൃഷ്ണകുമാറിന്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ബിനാമിയായ ഒരാളെ എല്ലാ ജനാധിപത്യ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് BJP തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ അവരോധിച്ചു എന്നുള്ള BJPക്ക് അകത്തുള്ള ആക്ഷേപമാണ്, കോൺഗ്രസിന്റെ ആക്ഷേപമല്ല. BJPക്ക് അകത്തുള്ള ആക്ഷേപമാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, മറ്റേത് സ്ഥലത്താണെങ്കിലും BJP അച്ചടക്ക നടപടി സ്വീകരിക്കുമായിരുന്ന
വലിയ രീതിയിലുള്ള പാർട്ടി വിരുദ്ധത എന്ന് പറയാവുന്ന സംസ്ഥാന ജില്ലാ നേതാക്കൾ ഒരുമിച്ച് വിമതയോഗം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അച്ചടക്ക നടപടിയെടുക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം BJPയുടെ സംസ്ഥാന നേതൃത്വം പാലക്കാട് ദുർബലമായിരിക്കുന്നു. പാലക്കാടിന്റെ കാര്യത്തിൽ ദുർബലമായിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, സന്ദീപ് വാര്യർ BJP വിട്ട് ഇറങ്ങിപ്പോന്നു. ആ സാഹചര്യം തന്നെയാണ് അവരെ ദുർബലമാക്കിയിരിക്കുന്നത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. കാരണം സന്ദീപ് വാര്യരുടെ മാതൃക അല്ലെങ്കിൽ വഴി പിന്തുടരാൻ ഇനിയും ആളുകൾ തയ്യാറാകുമോ എന്നുള്ള ഭയം കൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റേ പണ്ടായിരുന്നെങ്കിൽ BJP എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് കൃത്യമായി അറിയുന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. പക്ഷെ താങ്കൾക്കെതിരെ നടപടിയെടുക്കുകയുണ്ടായില്ല. എനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതിനുമ്പ് ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോരല്ലേ ഇത്. അല്ല, നടപടിയെടുക്കാനുള്ള ഭയം എന്ന് താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ ഭയം അങ്ങനെയെങ്കിൽ താങ്കളുടെ കാര്യത്തിലും BJP നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നല്ലേ? സുരേന്ദ്രന് ഭയമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു. ഞാൻ അതിനുമുമ്പ് രാജിവെച്ചു, ഇറങ്ങിപ്പോന്നു. പ്രകാശ് ജാവ്ദേക്കർക്ക്, JP നദ്ദയ്ക്കും എന്റെ രാജിക്കത്ത് ഇമെയിൽ ചെയ്തതിനു ശേഷമാണ് ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായി മാറുന്നത്, കോൺഗ്രസിൽ പോയി അംഗത്വം കൊടുക്കുന്നത്. ഞാൻ രാജിവെച്ച് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ പാലക്കാട് BJPയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്തിരിക്കുന്നത് എന്നതിന്റെ കാര്യകാരണങ്ങളാണ് സന്ദീപ് പറഞ്ഞത്. അതിനുള്ള മറുപടി. വേണു, ഇന്നലെ ഉള്ള പൊതുവെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ ചാനലിലടക്കമുണ്ടായിരുന്ന വിലയിരുത്തലുകൾ എന്തൊക്കെയായിരുന്നു? പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിൻ്റെ നോമിനിയാണ്, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ സ്വാർത്ഥതയുടെ ഫലമാണ്. അതുകൊണ്ട് പാലക്കാട് BJPയിൽ വളരെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നു. ഒന്നുകിൽ പ്രശാന്ത് ശിവനെ പിൻവലിക്കും, പ്രശാന്ത് ശിവനെ പ്രസിഡൻ്റാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് BJP പിന്മാറും, അല്ലെങ്കിൽ 9 കൗൺസിലർമാർ അല്ലെങ്കിൽ 8 കൗൺസിലർമാർ ഉടനെ അവിടുന്ന് രാജിവെക്കും. അങ്ങനെ ആ നഗരസഭാ ഭരണം നിലനിർത്താൻ വേണ്ടി BJP പ്രശാന്ത് ശിവനെ ബലിയാടാക്കും. ഈ ഒരു ലെവലിലുള്ള നറേറ്റീവായിരുന്നു ഇന്ന് രാവിലെ വരെ എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അവിടെ വിമതരെ രാജിവെച്ചു പോകും, അല്ലെങ്കിൽ ഇത് സംഭവിക്കും. പക്ഷേ ഇതെന്തെങ്കിലും സംഭവിച്ചോ? അൾട്ടിമേറ്റ്ലി തീർച്ചയായും ഒരു വലിയ പാർട്ടിയാണ്, അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ്, ഭരണകക്ഷിയാണ്. അതിൻ്റെ അകത്ത് ധാരാളം ആൾക്കാരുണ്ട്, വിവിധ അഭിപ്രായങ്ങളുള്ളവരുണ്ട്, അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്, എല്ലാമുണ്ട്. അതിലൊരു വിഭാഗം ആൾക്കാർ അവരുടെ നിലപാട്, അവരുടെ ആശങ്കകൾ അവർ പബ്ലിക്കായിട്ടും അല്ലാതെയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ശിവരാജനടുത്ത് നിങ്ങളുടെ പ്രതിനിധിയുടെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നാണെന്ന് തോന്നുന്നു ശിവരാജൻ പറഞ്ഞു, ഞാനൊരെണ്ണം കണ്ടു. RSS പറഞ്ഞു, സംഘം പറഞ്ഞു, അവിടെ എല്ലാം അവസാനിച്ചു. സംഘം ആകാശത്തുനിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും. സംഘം പറഞ്ഞു ഞങ്ങൾക്കതാണ് അൾട്ടിമേറ്റ്ലി. അതാണ് ഒരു പ്രവർത്തകൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സംഘം പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റാണ്. 5 വയസ്സും 10 വയസ്സും മുതൽ സംഘശാഖയിൽ പോയി അങ്ങനെ ആ സംഘശാഖയുടെ പച്ചമണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വളർന്നു വന്ന ഒരു സ്വയംസേവകൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് അതിൻ്റെ അകത്തൂടെ വന്നത്. അല്ലല്ല, ഇതിലേക്ക് പ്രശ്നം ഇങ്ങനെ വളരെ മാതൃകാപരമായി ആ സാഹചര്യങ്ങൾ മുഴുവൻ മാറിയെന്ന് അങ്ങും തീർപ്പ് കൽപ്പിക്കേണ്ട. ഇന്നലെ അങ്ങ് പറഞ്ഞ മാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നൊരാഖ്യാനം അത് ആ രൂപത്തിൽ ഉണ്ടായോ? കല്ലും നെല്ലും ആ രൂപത്തിൽ തന്നെ തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ ശരി. അവിടെ ഇപ്പോൾ ഈ പറയുന്ന 9 കൗൺസിലർമാർ രാജിവെക്കുകയുണ്ടായില്ല, പ്രശാന്ത് ശിവൻ തന്നെ അവിടുത്തെ പ്രസിഡന്റായി ചുമതലയേറ്റു, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പ്രശ്നം ഈ 9 കൗൺസിലർമാർ ആ ചടങ്ങിൽ എവിടെയായിരുന്നു എന്നതാണ്. സംഘം പറഞ്ഞിട്ട് സംഘം പറഞ്ഞിട്ട് ഈ പ്രശാന്ത് ശിവൻ ചുമതല ഏറ്റെടുക്കുന്ന സ്ഥലത്തേക്ക് ചാടി വീണില്ലേ? സംഘം പറഞ്ഞ ഉടനെ ചാടി വീഴുമെന്നാണല്ലോ പറഞ്ഞത്. ഈ സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ? പറയുന്ന കേൾക്കൂ. അതായത് അവിടുത്തെ ഇഷ്യൂസ്, അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായും കാര്യം ഇന്നിപ്പോൾ സംഘം പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് അവസാനിച്ചു എന്ന് ആരും വിലയിരുത്തുന്നുമില്ല. അവിടെ ഉണ്ട്. അത് ഇനിയും അവിടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കും, അങ്ങനെ വരുമ്പോ ഷാബു പ്രസാദ്, സ്വാഭാവികമാണ് സംഘത്തിനോടും ഈ 9 കൗൺസിലർമാരുടെ നിലപാട്. പ്രമീള ശശിധരൻ പറഞ്ഞ വാചകങ്ങൾ ഒറ്റ സെക്കൻഡ്.
ഒരു മാധ്യമത്തോട് പ്രമീള ശശിധരൻ പറഞ്ഞതാണ്. ഇത്രയും പരസ്യമായ ആളുകൾ പ്രതികരിക്കുന്ന രീതി സംഘടിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണോ? നമ്മളെ വിളിപ്പിച്ചതാണ്. കാരണം ഇന്നലത്തെ ആ ഒരു ഇഷ്യൂ, കാരണം ഇന്നലെ അവർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചു. ആരാ? സംഘമാണ്. സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാജിവെക്കരുത് എന്നൊരു തീരുമാനം എടുക്കണം. ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട മാതിരി ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രമീള ശശിധരൻ പറയുകയാണ്. ചോദ്യം ഉടനെ അടുത്തതായി, RSS ഇടപെട്ടതുകൊണ്ടാണ് രാജിയിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ അവരുടെ ഉത്തരം തീർച്ചയായും ഞങ്ങൾ പ്രശാന്ത് ശിവനോ ഓമനക്കുട്ടനോ ഈ പറയുന്ന സാബുവോ സ്മിതേഷോ ഇവർക്കാർക്കുമെതിരല്ല. ഇന്നലെ നടത്തിയ പ്രഹസനം, സംഘവുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം നിങ്ങൾ ഈ പ്രശാന്ത് ഈ പറയുന്ന വ്യക്തിയെ ഇപ്പോൾ പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി അവരോധിച്ചല്ലോ, അതിനെപ്പറ്റി പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഇന്നലെ നടത്തിയ പ്രഹസനമുണ്ടല്ലോ. ഇത് ഒരു നോമിനേഷൻ കൊടുക്കൽ, ഒരാൾ ഒരു സമവായം വെച്ചു, ആ സമവായത്തിലൂടെ വന്ന 6 പേരുമല്ലാതെ വേറൊരാളെ കൊണ്ടുവന്നതിൽ അത് നിയമപ്രകാരം മാനദണ്ഡപ്രകാരമാണെങ്കിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്കും എതിരല്ല. ആര് വന്നാലും പാലക്കാട് BJPയുടെ പ്രസിഡന്റ് ആര് വന്നാലും ഞങ്ങൾ BJPക്കാരാണ്. ഞങ്ങൾ BJPയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ്. ഞങ്ങൾ ഒരു വ്യക്തിക്കെതിരല്ല. പക്ഷേ ആ നടത്തിയ ക്രമങ്ങൾ ശരിയായില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇവിടെ എവിടെയാണ് സംഘം പറഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരർത്ഥത്തിലുള്ള എതിർ ശബ്ദവും പ്രകടിപ്പിക്കാതെ അങ്ങനെ തന്നെ കുമ്പിട്ട് കേട്ടു എന്ന് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, അത് ഞാനതിനെ വിലയിരുത്തുന്ന അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ് വേണു? സ്വാഭാവികമായ വിട്ടുനിൽക്കൽ. അതാണ്. അല്ലല്ല, രാഷ്ട്രീയമായി കാര്യങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായ വിട്ടുനിൽക്കൽ. അല്ല, പിന്നെ 9 പേര് എവിടെ പോയി? 9 പേര് എവിടെ പോയി? എന്താണ് ആ ഉപാധി? ആ ഉപാധി ഇതാണ്. ഉപാധി ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ? ഇല്ലില്ല, ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട മാതിരി ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്രയും മതി അവർക്ക്. അല്ല, അതെ, അത് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അകത്ത് എന്താ പ്രശ്നം? അല്ല, പ്രശ്നമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിക്കാതെ ഇരിക്കുന്നു എന്നതാണ് അതിലെ പ്രശ്നം. ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അതിലെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇല്ല, അതെ, കാര്യം ഡീപ്പായിട്ടുള്ള പ്രശ്നമാണ്. അതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇല്ലില്ല, ഞങ്ങൾ ഷാബു പ്രസാദ് RSS നേതൃത്വം പറഞ്ഞു, ഒരു സെക്കൻഡ്, RSS നേതൃത്വം പറഞ്ഞു അവിടെ പോയിരിക്കണം, ഈ കാര്യങ്ങളിൽ പങ്കെടുക്കണം എന്ന് പറയുകയായിരുന്നു എങ്കിൽ സമ്പൂർണമായ വിജയം. ഇതങ്ങനെയല്ലെന്നേ. അല്ല, ഇവിടെ ഇപ്പോൾ ഒരു കാര്യമുണ്ട് വേണു. കൺമുമ്പിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പലതും ആഗ്രഹിച്ച പലതും നടക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ആശ്വസിക്കാനായിട്ടുള്ള കാരണങ്ങൾ സുരേന്ദ്രനും ബാധകമാണ്. ആ മോഹഭംഗം സുരേന്ദ്രനും ബാധകമാണ്. അല്ലല്ല, ആ മോഹഭംഗം അങ്ങനെയെങ്കിൽ സുരേന്ദ്രനും ബാധകമാണ്. അദ്ദേഹം വിചാരിച്ചതുപോലെ ഈ 9 പേരും അവിടെ എത്തിയിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഷാബു പ്രസാദ്, അങ്ങനെയൊന്നുമല്ല. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. പ്രശാന്തിനൊപ്പം പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദ്യം. ഷാബു പ്രസാദ്, ഒരു സെക്കൻഡ് അങ്ങൊന്ന് വഴങ്ങൂ. പ്രശാന്തിനൊപ്പം പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന ചോദ്യം. പ്രശാന്തിനൊപ്പം പ്രവർത്തിക്കുന്നതല്ല, BJPയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഇതാണ് ഉപാധി. ഇന്നലെ നടന്നത് പ്രഹസനം. പ്രശാന്തിനൊപ്പമല്ല, BJPക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നു. ആരെ അംഗീകരിച്ചിരിക്കുന്നു? ഒരു സെക്കൻഡ്. അല്ലല്ല, അന്ന് പറഞ്ഞ യുക്തി അനുസരിച്ച് RSSനെ അംഗീകരിച്ചുവെങ്കിൽ അതിന്റെ മറുഭാഗത്തിനർത്ഥമുണ്ട്. അത് പ്രശാന്തിനെയും അംഗീകരിച്ചിട്ടില്ല, സുരേന്ദ്രനെയും അംഗീകരിച്ചിട്ടില്ല എന്നാണ്. ഷാബു പ്രസാദ്, ആ കമ്മിറ്റ്മെന്റ് എന്തായാലും പ്രശാന്തിനോടില്ല. ആ കമ്മിറ്റ്മെന്റ് പ്രശാന്തിനോടും സുരേന്ദ്രനോടും ഇല്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അല്ലല്ലോ, ഒരു സെക്കൻഡ്. ശ്രീ സന്ദീപ് വാര്യർ, ഒരു മഹാമേരു കീഴടക്കി എന്ന വീരസ്യം പറച്ചിലാണ് ഷാബു പ്രസാദിന്റെ അത് എവിടെ ചെന്ന് അവസാനിച്ചു സന്ദീപ്? അതെവിടെ ചെന്ന് അവസാനിച്ചു സന്ദീപ്? നോക്കൂ, ഇവിടെ
BJPക്കകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സംഭവം സൂചിപ്പിക്കുന്നത്. അവർക്കത് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത് അവസാനിപ്പിക്കണമെങ്കിൽ C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിന്റെയും കുടുംബത്തിന്റെയും ആധിപത്യം പാലക്കാട് അവസാനിക്കേണ്ടി വരും. അതിനെന്തായാലും മുരളീധരനും സുരേന്ദ്രനും തയ്യാറാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് പ്രശ്നം പ്രശാന്തോ അതല്ലെങ്കിൽ അവിടെയുള്ള സ്മിതേഷോ സാബോ ഒന്നുമല്ല. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിന്റെയും സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഒരു കോക്കസ് കേരളത്തിലെ BJPയെ വിഴുങ്ങി എന്നതാണ് പ്രശ്നം. പാലക്കാട് മാത്രം പ്രശ്നമല്ല, കേരളത്തിലുടനീളം ജയകുമാറിനെ പോലെ ഒരാൾ പിന്നീട് പല വാർത്തകളിലും പ്രധാനപ്പെട്ട കേന്ദ്രമായ ആൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, ഹൊസബലയുമായുള്ള കൂടിക്കാഴ്ച, അതിനിട നിലനിന്ന അജിത്തിന്റെ പഴയ സുഹൃത്ത്, സഹപാഠി, അങ്ങനെ വലിയ പദാവലികളൊക്കെ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു. ഞാനത് അവിടെ വിടുകയാണ്. ജയകുമാർ അടക്കം താങ്കളെ വന്ന് കണ്ടില്ലേ? എന്നിട്ട് താങ്കൾ അതിന് വഴങ്ങിയില്ലല്ലോ. അപ്പോൾ അത് ഏത് ഉപാധി അവരംഗീകരിക്കാഞ്ഞതുകൊണ്ട് താങ്കൾ വഴങ്ങാതിരുന്നത്? ഇന്നിപ്പോൾ ഈ പ്രമീളയും കൃഷ്ണദാസും അടക്കമുള്ളവർ, ഈ ശിവരാജൻ അടക്കമുള്ളവർ ഏതുപാധി അംഗീകരിക്കപ്പെടും എന്ന ഉറപ്പിലാണ് ഇപ്പോൾ സംഘത്തിന് വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ സംഘത്തിൻ്റെ മഹാത്മ്യമൊന്നും വേണ്ട, ചില കാര്യങ്ങൾ അവർ പറഞ്ഞാൽ നടക്കും, അങ്ങനെ നടക്കുമെന്ന് അത് കേട്ടവർക്ക്, ആവലാതി പറഞ്ഞവർക്ക് ബോധ്യമുണ്ട് എങ്കിൽ അവരവിടെ തുടരും. താങ്കൾക്ക് ആ ബോധ്യമില്ലായിരുന്നു, താങ്കൾ ഇറങ്ങി പോവുകയും ചെയ്തു. സംഘമാഹാത്മ്യം അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും വാഴ്ത്തിപ്പാടേണ്ട കാര്യമുണ്ടോ സന്ദീപേ? വേണു, അത് വാസ്തവത്തിൽ ഈ സംഘം പറഞ്ഞത് കേട്ടു എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഗതികേടാണ്. അത് അവർ ജീവിക്കുന്ന ടെറൈൻ്റെ പ്രശ്നമാണ്. എനിക്ക് ആ പ്രയാസമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ഈ പറയുന്ന ആളുകളുടെ ഭീഷണിയൊന്നും ഭയമില്ലാത്തത് കൊണ്ടും എനിക്ക് ഇവരുടെ ഒന്നും ഔദാര്യം ആവശ്യമില്ല എന്ന് നല്ല ധൈര്യമുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ കഴിവിൽ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോരാൻ ധൈര്യം കാണിച്ചു എന്നുള്ള വസ്തുതയാണ്. അപ്പുറത്ത് ജീവിക്കുന്ന ടെറൈൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പാലക്കാട് ടൗണിൽ ജീവിക്കുന്ന ഒരാൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ചില പ്രയാസങ്ങളുണ്ട്. CPM-ന്റെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിനുള്ളിൽ താമസിക്കുന്ന ഒരാൾക്ക് CPM-നെതിരെ നടത്തുന്ന പ്രതികരണങ്ങളിൽ അവധാനതയുണ്ടാവും. ആ മാറ്റം, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു സഖാവ് നടത്തുന്ന പ്രതികരണം ആയിരിക്കില്ല കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലെ ഒരു സഖാവ് എന്നത്. രണ്ട് ടെറൈനുകളാണ്, രണ്ടും മാറ്റമുണ്ട്. ആ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ നിന്ന് അണുവിട മാറാൻ ഞാൻ തയ്യാറായില്ല. ആ തയ്യാറാവാത്തതിന് കാരണം എൻ്റെ സെൽഫ് റെസ്പെക്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആത്മാഭിമാനം പണയം വെച്ച ഒരു നിമിഷം പോലും ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി തുടരില്ല എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു. ആ സ്വീകരിച്ച നിലപാട് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരു മടിയില്ല. മറുവശത്ത് അവരെല്ലാം കൗൺസിലർമാരടക്കമുള്ള ആളുകൾ, അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവർ എന്നെ പോലെ ഒരുപക്ഷെ സംസ്ഥാനത്ത് മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊന്നുമല്ല. അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ പരിമിതിയുണ്ട്. ഭാഷാപരമായിട്ടുള്ള പരിമിതി ഉണ്ടാകാം, അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, അവരുടെ ജീവിക്കുന്ന അതൊക്കെ മനസ്സിലാകാം. അല്ലാതെ സംഘം പറഞ്ഞാലൊന്നും ചുക്കോട് നടക്കാനില്ല. നേരത്തെ അവിടെ വേറെ പാർട്ടി സംഘത്തിന്റെ ഉള്ളിലെ ഗ്രൂപ്പുകളൊക്കെ തന്നെ തീർക്കാൻ സമയമില്ല. പിന്നെയാണോ BJP അകത്ത്? ഇന്നും അവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. അവിടെ പിന്നെ ഒരു പാച്ചപ്പ് വർക്ക് പോലെ നിങ്ങൾ തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞൊരു പാച്ചപ്പ് നടത്തി. അവരാരും ഈ പറയുന്ന പ്രശാന്തിന്റെ ഇതിന് പോയിട്ടുമില്ല. ഇതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇത് സന്ദീപ് പറഞ്ഞതോട് മാത്രം ഇതിനെ എതിർക്കുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾ എതിർത്തോ, എനിക്ക് പ്രയാസമൊന്നുമില്ല. പാലക്കാട് BJPയുടെ കനലുകൾ കെട്ടടങ്ങിയിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പാലക്കാട് BJPയുടെ കനലുകൾ കെട്ടടങ്ങിയിട്ടില്ല എന്നതിന്റെ സാക്ഷ്യമായി പ്രമീള ശശിധരന്റെ വാക്കുകളുണ്ട്. സംഘം നേരിട്ട് നോക്കൂ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോലും ഒരു പ്രചാരകൻ നേരിട്ട് പോയിട്ട് വീട്ടിൽ പോയി വോട്ടഭ്യർത്ഥിച്ചിട്ടില്ല. പക്ഷെ കൃഷ്ണകുമാറിന് വേണ്ടി ഉത്തര കേരളത്തിന്റെ പ്രാന്തപ്രചാരകൻ വീട് കയറി ഇറങ്ങിയായിരുന്നു. എന്ത് നാണം കെട്ട അവസ്ഥയിലേക്ക് RSS പോയത്? RSSന്റെ പ്രചാരകന്മാര്, പ്രാന്തപ്രചാരകർ വീട് കയറി വോട്ടഭ്യർത്ഥിക്കുന്ന നാണം കെട്ട അവസ്ഥയിലേക്ക് പോയില്ലേ? സന്ദീപിന്റെ ഫോണിലെ ലൈൻ ഒന്ന് കട്ടായിട്ടുണ്ട്, അതുകൊണ്ട് സന്ദീപിലേക്ക് വരാം. എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യം ചുരുക്കി കണ്ടുകൂടാ. പ്രമീള ശശിധരൻ ഇന്ന് കൃഷ്ണദാസ് മാധ്യമങ്ങളോട് സംസാരിക്കണ്ടേ, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിച്ചത്, വൈസ് ചെയർമാൻ. അതേസമയം പ്രമീളയുടെ ശക്തമായ വാക്കുകളാണ്, നല്ല തീർച്ചമൂർച്ചയുള്ള വാക്കുകളാണ്. ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സംഘത്തിന്റെ നേതൃത്വമായി ആശയവിനിമയം നടത്തിയ ശേഷവും അവരുടെ ഈ കാര്യങ്ങളിലുള്ള വിയോജിപ്പ് ശക്തമായി തന്നെയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവർ ആ പരിപാടിയിൽ പോയിട്ടുമില്ല. അത് ആദരിക്കപ്പെടേണ്ട നിലപാട് തന്നെയാണ്. സന്ദീപ് പറയുന്ന പോലെ സന്ദീപിന് മാത്രമല്ല ആ കാര്യത്തിൽ ധൈര്യമുള്ളത്, പ്രമീള അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ധൈര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചുരുക്കി കണ്ടുകൂടാ. കാരണം ഇനി പാലക്കാട് BJP നേരിടാൻ പോകുന്ന തുടർചലനങ്ങളുടെ ഒരു ഘട്ടമാണ് പ്രമീളയുടെ ഇന്നത്തെ വാക്കുകൾ. ഞാൻ അങ്ങയിലേക്ക് വരാം സന്ദീപേ. നിതിൻ കണിച്ചേരി, ഇവിടെ ഈ BJPയുടെ മഹാത്മ്യം, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ലിസ്റ്റ് വന്നു, അത് നദ്ദാജിയും മോദിജിയും പറയുന്നതാണ്. അതിനപ്പുറത്ത് ഒരു വാക്കും ലംഘിക്കപ്പെടുകയില്ല.
എന്ന് വീരസ്യം പറഞ്ഞ സുരേന്ദ്രൻ പരിഹാസ്യനായി നിൽക്കുകയല്ലേ? ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ ആത്യന്തികമായി ഇവർക്കുള്ള ഈ പറയുന്ന ഔഷധ സസ്യം സംഘ നേതൃത്വം, ആ സംഘ നേതൃത്വം ഇറങ്ങിയാൽ ഉടനെ എല്ലാം പരിഹരിക്കപ്പെടും എന്ന് പറയുന്ന രീതിയുമുണ്ട്. ഷാബു പ്രസാദും അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു വായ്പാട്ട് പോലെ പാടിയത്. എന്നാൽ ആ സംഘ നേതൃത്വത്തോടും ഉപാധികൾ വെച്ച് തന്നെ നിൽക്കുകയല്ലേ പ്രമീള അടക്കമുള്ള കൗൺസിലർമാർ. അപ്പോൾ ഈ പറയുന്ന BJPയുടെ വാഴ്ത്തിപ്പാടപ്പെടുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ മഹാത്മ്യം, സംഘമാഹാത്മ്യം രണ്ടും പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞില്ലേ പാലക്കാട്? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെ പ്രസിഡന്റിനെ തീരുമാനിക്കാനൊക്കെ ഉള്ള അധികാരം അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണുള്ളത്. അത് പല രാഷ്ട്രീയ പാർട്ടികൾ പല നിലയിലായിരിക്കും. കോൺഗ്രസിൻ്റേതുപോലെ ആവില്ല, BJPയുടേത്, ഈ രണ്ട് പാർട്ടികളുടേതും പോലെയല്ല CPM പോലെയുള്ള പാർട്ടികളുടെ, അതൊക്കെ വ്യത്യസ്ത തലത്തിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടില്ല. നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് RSSന്റെ അനുനയ നീക്കമോ എന്നുള്ള നിലയിലാണല്ലോ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പാലക്കാട് BJPക്കകത്ത് ഏറെക്കാലമായി നിലനിൽക്കുന്ന വലിയ ചേരിതിരിവിൻ്റെയും ജനാധിപത്യ വിരുദ്ധമായി BJPക്കകത്ത് തന്നെയുള്ള നേതാക്കൾ എടുക്കുന്ന ചില സമീപനത്തിൻ്റെയും ആ സമീപനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന BJPയിലെ ആളുകളുടെയും എല്ലാം ഒരു ഘട്ടത്തിൽ അത് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏറെക്കാലമായി ഇത് തുടങ്ങിയിട്ട് അതിപ്പോൾ ഈ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഉണ്ടായിട്ടുള്ളത് RSSന്റെ അനുനയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ RSSന്റെ ഒരു ഭീഷണിക്ക് തുല്യമായ അല്ലെങ്കിൽ RSSന്റെ ഒരു ഭീഷണിക്ക് ഒരുപക്ഷെ BJPയുടെ ഇപ്പോഴുള്ള നേതൃത്വത്തിലെ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ നേതൃത്വത്തോട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഒരുപക്ഷെ ഇപ്പൊ വഴങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ ചടങ്ങിൽ വരണമായിരുന്നു. ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതൊരു ചെറിയ കാര്യമല്ലല്ലോ. അങ്ങ് പറയുന്നത് പോലെ ഒരു ഭീഷണിയാണ് എങ്കിൽ കീഴടങ്ങലാണ് അതിന്റെ മറുപടി. അങ്ങനെ കീഴടങ്ങിയിട്ടില്ല അവർ. അല്ല, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇല്ല, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ താൽക്കാലികമായി ഒരു പക്ഷേ അവരുടെ ഭീഷണിക്ക് അല്ലെങ്കിൽ RSSന്റെ ഒരു നിർദ്ദേശത്തിനോ ഭീഷണിക്ക് തുല്യമായ ഒരു സാഹചര്യത്തിന് അവർ ഒരു പക്ഷേ ഒന്ന് വഴങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പാലക്കാട് നഗരത്തിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ BJPയുടെ സുഹൃത്തുക്കൾ അല്ലെ അത്തരത്തിലുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും അവരൊക്കെ കാണുമ്പോൾ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് പാലക്കാട്ടെ BJPക്കകത്ത്, പാലക്കാട് മാത്രമല്ല കേരളത്തിലാകെ BJPക്കകത്ത് നിലനിൽക്കുന്ന വലിയ ഒരു എന്താ പറയുക ചേരിതിരിവിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒക്കെ അത് പാലക്കാട് കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രം. ഇതൊരു ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ, RSS അല്ല എത്ര ശക്തമായി ഇടപെട്ടാലും ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പ്രമീള ശശിധരനൊക്കെ അവർ ഇന്നലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം, ഇന്ന് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമല്ല മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവരുടെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വെച്ച് നടക്കുമ്പോൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാലക്കാട്ടെ കൗൺസിലിൽ 9 ആളുകൾ എന്ന് വെച്ചാൽ അവർ എങ്ങനെയെങ്കിലും ജയിച്ച 9 ആളുകളല്ല, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ ആളുകൾ അല്ലെങ്കിൽ നേതാക്കളായിട്ടുള്ള ആളുകളാണ് വിട്ടുനിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ BJPയിൽ നിന്ന് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് വിമതസ്വരം പറയുന്ന ആളുകൾ മുനിസിപ്പൽ ഭരണത്തിനൊരു തകർച്ചയോ അല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പോകണമെങ്കിൽ കോൺഗ്രസ് പാലക്കാട് നഗരത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കേണ്ടി വരും. പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ ഇല്ലെങ്കിൽ ആ കാര്യത്തിൽ. പക്ഷെ അതിന് കോൺഗ്രസിന്റെ പാലക്കാട്ടെ നേതൃത്വം തയ്യാറാകുമോ എന്ന് വ്യക്തിപരമായ ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതൃത്വം ഒരുപക്ഷെ അതിന് തയ്യാറായിക്കൊള്ളണമെന്നില്ല. കാരണം പാലക്കാട് നഗരത്തിലുമൊക്കെ ഇപ്പം ഈ പറയുന്ന നേതാക്കളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ചില കോക്കസ് ഗ്രൂപ്പുകളാണ്. പാലക്കാട്ടെ BJPയുടെ പക്ഷം BJP മുന്നോട്ട് വയ്ക്കുന്ന അങ്ങേയറ്റത്തെ പ്രതിലോമകരമായ ജനവിരുദ്ധമായ വർഗീയ രാഷ്ട്രീയമാണ് എന്നുള്ളത് മാത്രമല്ല, പാലക്കാട് നഗരം കേന്ദ്രീകരിച്ച് കൊള്ളപ്പണ പലിശയുടെ കള്ളപ്പണ ഇടപാടിൻ്റെ ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കോക്കസായ ഒരു മാഫിയ പ്രവർത്തനം നടത്തുന്ന പോലെയുള്ള ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ പാലക്കാട്ട് BJPയെ മുന്നോട്ട് നയിക്കുന്നത്. അതിലൊക്കെയുള്ള വിയോജിപ്പുകൾ ഇതിൻ്റെ ഭാഗമായി പുറത്തു വരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, RSSന്റെ ഒരു ഭീഷണി ഇപ്പം താൽക്കാലികമായി അവരെല്ലാം ഒരു പക്ഷേ ഇന്നലെയൊക്കെ പറഞ്ഞ കടുത്ത ഭാഷയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകാം. പക്ഷേ പാലക്കാട്ടെ പ്രധാനപ്പെട്ട എല്ലാ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ ശിവരാജന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്, മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള പ്രമീള ശശിധരൻ, സംസ്ഥാന നേതാവായിട്ടുള്ള കൃഷ്ണദാസിന്റെ, പാലക്കാട്ടെ പ്രധാനപ്പെട്ട കൗൺസിലറായിട്ടുള്ള സ്മിതേഷിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ കേട്ടാൽ ഈ പൊട്ടിത്തെറി ഇവിടെ ഒന്നും കൊണ്ട് അവസാനിക്കും എന്ന് കരുതുന്നില്ല. മാത്രമല്ല, അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധ സ്വന്തം നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു കോക്കസ് ഗ്രൂപ്പിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന BJP എങ്ങനെയാണ് രാഷ്ട്രീയമായി ജനങ്ങളെ നയിക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ
BJPയുടെ രാഷ്ട്രീയമായി പാലക്കാട് കൂടുതൽ തകർച്ചയിലേക്ക്, കേരളത്തിലാകെ BJPയിലേക്ക് തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഇത് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് ഞാൻ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനുൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന നിലയിലുള്ളൊരു പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഒരു ജനാധിപത്യ വിരുദ്ധമായി നിൽക്കുകയും രാഷ്ട്രീയ പ്രവർത്തനത്തെ മാഫിയാവൽക്കരിക്കുന്ന ഒരു സംഘത്തിൻ്റെ കയ്യിലേക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്നായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകൾക്ക് BJPയിൽ അങ്ങനെ നിൽക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല, ഈ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾക്ക്. ശരി, ശ്രീ A. സജീവൻ, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇങ്ങനെയൊരു ജനവിധി വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചിട്ടുള്ളത് നേരത്തെ ശ്രീ നിതിൻ കണിച്ചേരി കാട്ടിയിട്ടുള്ളതുപോലെ പാലക്കാട് നഗരസഭ ഭരണം പിടിച്ചിട്ടുള്ള കൗൺസിലർമാർ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എങ്ങനെ BJP സ്ഥാനാർത്ഥിക്ക് ദോഷകരമാകുന്ന രൂപത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ആ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല രൂപത്തിൽ പ്രവർത്തിക്കാൻ അവർക്കറിയാം. ചിലപ്പോൾ കീഴടങ്ങി, ചിലപ്പോൾ പ്രതിരോധിച്ചുകൊണ്ട്, ചിലപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സന്ദീപ് പറയുന്നുകൊണ്ട് തള്ളിക്കളഞ്ഞുകൂടാ, BJP പാലക്കാട്ടെ BJP വേറൊരു പാർട്ടി തന്നെയാണ്, വേറൊരു സ്വഭാവത്തിൽ തന്നെ നിന്ന് അത് വെല്ലുവിളിക്കുകയല്ലേ നേതൃത്വത്തെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എലപ്പുള്ളിയിലെ ഈ പറയുന്ന ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നല്ലോ. അവിടെ ഈ പറയുന്ന കൃഷ്ണകുമാർ ഒരു വിഷയമായി അത് ഉന്നയിക്കുകയും വിശദമായ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ ശിവരാജൻ രംഗത്ത് വരികയാണ് ശക്തമായ എതിർപ്പുമായി. അപ്പോൾ ശിവരാജനെ തള്ളിക്കൊണ്ട് കൃഷ്ണകുമാർ വരികയാണ്. കൃഷ്ണകുമാർ വന്നിട്ട് പറയുകയാണ് സംസ്ഥാന അധ്യക്ഷനാണ് പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് എന്ന്. സംസ്ഥാന അധ്യക്ഷന് പറയേണ്ടി വരികയാണ് മോദിയുടെ നിലപാടിനെ തള്ളിപ്പറയാൻ ആർക്കാണ് കഴിയുക എന്ന്. അപ്പോൾ പല തട്ടുകളിലുള്ള നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുവെങ്കിലും പാലക്കാട്ടെ വിമത ശബ്ദം എല്ലാ ദിവസവും BJP നേതാക്കന്മാരുടെ കാതിൽ നിരന്തരം മുഴങ്ങിക്കേൾക്കേണ്ടി വരുന്ന അവസ്ഥയല്ലേ? അത് BJPക്ക് പുറത്തു നിൽക്കുന്ന സന്ദീപ് വാര്യർ ഫാക്ടർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണോ? ആ രീതിയിൽ നമുക്ക് കണ്ടുകൂടുക. കാരണം ഇത് കേരളത്തിൽ മൊത്തമായിട്ട് BJPക്കകത്തുള്ള പ്രശ്നങ്ങളാണ്. പാലക്കാട് അത് കുറേ കൂടി ശക്തമായ രൂപത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്ത് നമുക്കറിയാം കേരളത്തിൽ എല്ലാ സ്ഥലത്തും സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള, അത് കൃഷ്ണദാസ് പക്ഷം എന്ന രീതിയിലൊന്നല്ല ഞാൻ പറയുന്നത്, അതല്ലാത്ത രൂപത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള പോരാട്ടമുണ്ട്. ഇപ്പോഴും ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പാലക്കാട് മാത്രമല്ല, പാലക്കാടാണ് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലും ഇതുണ്ട്. ഇവിടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രമം കൊണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ 3 പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് RSSനാണ്. നമ്മൾ പലപ്പോഴും പറയും ഒരു ചൊല്ലുണ്ട്, നാടൻ ചൊല്ലുണ്ട്, അത് അതേപടി ഞാൻ പറയുന്നില്ല, കുറച്ചൊരു രീതിയായിട്ട്. പക്ഷേ അതിലുള്ള കാര്യം കുറേ കൂടി നാറ്റം ഉള്ളൊരാളെ ചുമന്നു കഴിഞ്ഞാൽ ആ നാറ്റം ഈ ചുമന്ന ആൾക്ക് കൂടി ഉണ്ടാകും എന്നാണ് എൻ്റെ സാരം. അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ RSSനുണ്ടായിട്ടുള്ളത്. ഈ നേരത്തെ ശിവരാജൻ പറഞ്ഞല്ലോ, ശിവരാജൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. RSS ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും, തീയിൽ ചാടാൻ പറഞ്ഞാൽ പോലും ചാടുന്ന ഒരു പ്രതീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ചാടിയോ? ഈ വിമതന്മാർ ചാടിയിട്ടില്ല. RSS ഇത്രയും ശ്രമിച്ചിട്ട് പോലും അവർ ചാടിയിട്ടേ ഇല്ല. അവരിപ്പോഴും പ്രതിഷേധിച്ചു. ഇവിടെ ഈ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇവർ വിട്ടുനിന്നു എന്ന് പറയുന്നത് RSSന് ഇക്കാര്യത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയമാണ്. അവരുടെ ശ്രമം കൊണ്ട് അവർ രാജിവെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പരസ്യമായി തന്നെ RSS ഇടപെട്ടിട്ടും ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RSSന് പരാജയമാണ്. അതേപോലെ തന്നെ പരാജയം സംഭവിച്ചിട്ടുള്ളത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണ്. ശിവരാജൻ്റെ സംസ്ഥാനം തന്നെ നമുക്ക് എടുക്കാം. ശിവരാജൻ എന്താ പറഞ്ഞിട്ടുള്ളത്? BJPയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കുന്നല്ല, BJPയുടെ ദേശീയ നേതൃത്വം പറഞ്ഞാൽ പോലും അനുസരിക്കുന്നല്ല പറഞ്ഞില്ലേ. RSS പറഞ്ഞാൽ, അതായത് BJPയുടെ പ്രവർത്തകർക്കും BJPയുടെ ജനപ്രതിനിധികൾക്കും BJPയുടെ സംസ്ഥാന നേതൃത്വമോ BJPയുടെ ദേശീയ നേതൃത്വമോ അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നവർ തെളിയിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, മറ്റ് പല സ്ഥലങ്ങളുണ്ട്. 3ാമത്തെ പരാജയം താങ്കൾ ചോദിച്ച കാര്യം സന്ദീപിൻ്റെയും മറ്റു ശ്രമത്തിൻ്റെ ഫലമായല്ലേ എന്നുള്ളതല്ലേ. സന്ദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസ്സുകാർ ഇവിടെ ഈ പ്രശ്നം BJPക്കകത്ത് പാലക്കാട് ഈ കൗൺസിലർമാരൊക്കെ രാജിവെക്കുന്നുള്ള ഭീഷണി ഉയർത്തിയിട്ടുള്ള ഘട്ടത്തിൽ ആ പ്രശ്നത്തെ പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ചു. സന്ദീപ് ഒരു പക്ഷേ സമ്മതിക്കണമെന്നില്ല, പക്ഷേ എന്നാൽ പോലും ശ്രമിച്ചു എന്നുള്ള എനിക്ക് സംശയമില്ല. എന്നിട്ട് എന്തുണ്ടായി? അവർക്കതിൽ നിന്നും മുതലെടുക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ ഇവർ RSSന് പോലും വഴങ്ങാതെ ഇത്തരത്തിൽ രാജിക്ക് തയ്യാറാവുകയാണെങ്കിൽ
സത്യത്തിൽ സന്ദീപിന് വലിയ നേട്ടമുണ്ടാകുമായിരുന്നു. സന്ദീപിനെ BJP-യിൽ നിന്നും അടർത്തിയെടുത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം, ആ സമയത്ത് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ച ആ തന്ത്രം പോലും ഇവിടെ പയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ സാർ, ഇവിടെ ഇപ്പോൾ സന്ദീപ് വാര്യർ പുറത്തേക്ക് പോയിരിക്കുന്നു. സന്ദീപ് വാര്യർക്ക് മാന്യമായ അക്കോമഡേഷനും കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP നേതൃത്വവുമായി വിലപേശാനുള്ള ശക്തി പാലക്കാട്ടെ വിമത സ്വരങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് ബലം കൂടുകയല്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പാർട്ടിക്ക് പുറത്തുള്ള സന്ദീപ് ഫാക്ടറാണോ പ്രവർത്തിക്കുന്നത് എന്ന്. അതെ, അല്ല, സന്ദീപ് പോയപ്പോൾ സന്ദീപിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാകെ അദ്ദേഹത്തിന് കിട്ടിയില്ല. പല കോൺഗ്രസ് സുരേന്ദ്രൻ പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ്. 100,000 വക്താക്കളുണ്ടല്ലോ എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ്. 900 വക്താക്കളുണ്ടല്ലോ എന്ന് അദ്ദേഹം പ്രതികരിച്ചതാണ്. അതല്ല, സന്ദീപിന് വക്താവായിട്ട് ഒരു പക്ഷേ പിന്നീട് ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ വന്നേക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് BJP-ക്കകത്ത്, ഞാനതുകൊണ്ട് പറഞ്ഞത്, ഈ സംസ്ഥാന തലത്തിൽ മൊത്തമായിട്ട് ഒരു വലിയ പ്രശ്നമുണ്ട്. BJP-യെ മൊത്തമായി കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. സുരേന്ദ്രൻ ഒരു വലിയ പരാജയമാണ്. ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ പാലക്കാട് BJP-യുടെ അംഗസംഖ്യ ഏതാണ്ട് 28 അല്ലേ? 52 പേരുള്ള ഈ പറയുന്ന പാലക്കാട് നഗരസഭയിൽ BJP-യുടെ അംഗങ്ങൾ 28. 18 പേർ ഏത് നിമിഷവും മറുകണ്ഠം ചാടാൻ സാധ്യതയുള്ള നിലയിലാണ് എന്നും അതിൻ്റെ ചാലകശക്തിയായി നിൽക്കുന്ന അതിൻ്റെ കടിഞ്ഞാൺ സന്ദീപ് വാര്യരുടെ കൈകളിലാണ് എന്നുമാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾക്ക് തുടർചലനങ്ങൾ ഉണ്ടാകില്ലേ? തുടർചലനങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇത് അവരിപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ ഇതിൽ ഉണ്ടായിട്ടുണ്ടാകും. RSSൻ്റെ നേതാക്കന്മാർ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടാകും. ആ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ വെറുതെ ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. അത് പക്ഷേ ഇപ്പോഴും സന്ദീപിൻ്റെ കയ്യിലാണ് ഇത്തരത്തിലുള്ള ഇവരുടെ കടിഞ്ഞാണെങ്കിൽ അതിപ്പോഴേ കാണേണ്ടതായിരുന്നു. ഈ RSS നേതാക്കന്മാരൊക്കെ ഇടപെട്ടാലും അവരുടെ പ്രതിഷേധം മാറിയിട്ടൊന്നുമില്ലല്ലോ, അവരിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ ഇപ്പോഴേ തന്നെ ചാടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ശ്രീ സജീവൻ, താങ്കളുടെ നോട്ടത്തിൽ ഏതിനാണ് കൂടുതൽ രാഷ്ട്രീയ ശക്തിയുള്ളത്? ഇവരെല്ലാവരും ഒന്നടങ്കം ഇന്ന് രാജിവെക്കുക എന്ന് പറയുന്ന കാര്യമാണോ, അതോ ഈ പറയുന്ന ഘോഷിക്കപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുക, കാര്യങ്ങൾ വ്യക്തമായി മാധ്യമങ്ങളോട് പറയുക, സംഘവുമായി കൃത്യമായ ഉപാധികൾ വയ്ക്കുക, അതോ ഏതാണ് BJP-ക്ക് കൂടുതൽ തലവേദനയാകുന്നത്? അവിടെ നിന്ന് രാജിവെച്ച് ഇപ്പുറത്തേക്ക് പോയാൽ ശരിയാണ്, അവിടെ ഒരു വലിയ ഭരണ പ്രതിസന്ധി ഉണ്ടാകും. ഇനി ഏതാനും നാളുകളേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന്, പിന്നെ അതിൻ്റെ വിധി എന്താകുമെന്നത് അപ്പോൾ കാണാവുന്നതാണ്. അതേസമയം ഇങ്ങനെ നിരന്തരമായ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത്, അങ്ങനെ BJP-യുടെ ദേശീയ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു മേഖലയായി അത് മാറുക, അത് വലിയ രാഷ്ട്രീയ സാധ്യതയല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. ഇതിൽ അവർ രാജിവെച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ സന്ദീപ് പോയപ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ച പോലെയുള്ള ഒരാൾ പോയി എന്നാണ്, ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ അവർ വിജയിക്കാൻ സാധ്യതയുള്ള കാര്യം പോലും അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് കൊടുത്തുള്ള വാഗ്ദാനം നിറവേറ്റുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വലിയ അടിയായിരിക്കും. അതിൽ സംശയമില്ല. അങ്ങനെ അവർക്ക് ശക്തി തെളിയിക്കാനുള്ള സാധ്യത വളരെ കൂടും. സംസ്ഥാന നേതൃത്വത്തെ ഇപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റ് മാറണമോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതുൾപ്പെടെ അതിനെ കൂടി സ്വാധീനിക്കാവുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ പോകും. ഈ വിമതന്മാരുടെ ഈ നീക്കം മറ്റ് പല ജില്ലകളിലേക്കും കൂടി വളരെ ശക്തമായിട്ട് വ്യാപിക്കാനുള്ള സാധ്യത ഇപ്പോഴെടുത്തുള്ള തീരുമാനം അത് വിട്ടു നിൽക്കുക എന്ന് പറയുകയും ഈ കണ്ടീഷൻ വാങ്ങിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള രീതിയിൽ അവൻ്റെ വാഗ്ദാനം കിട്ടിയെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാജിവെക്കുന്നതിനേക്കാൾ ബുദ്ധിപരമായ നീക്കമാണ് അക്കാര്യത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. ശരി, ഷാബു പ്രസാദിലേക്ക് വരാം. എനിക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക് കൂടി. RSS അനുനയിപ്പിച്ചതോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, അപ്പോൾ ഒന്നും അവിടെ അവസാനിക്കുകയല്ല ഉണ്ടായിരിക്കുന്നത്, ഇനിയും പലതും സംഭവിക്കാൻ പോകുന്നതിൻ്റെ അരങ്ങുരുങ്ങലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ വന്ന 3 പ്രതികരണങ്ങളും. അങ്ങയുടെ മറുപടി? വേണു, ഈ അരങ്ങൊരുങ്ങലും അണിയിച്ചൊരുക്കലും ഒക്കെ ആയിട്ട് കുറേ കാലമായല്ലോ ഈ പാലക്കാട്ട് തുടങ്ങിയിട്ട്. ഇങ്ങനെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു, ഇവിടെ ഓരോരുത്തർ പറയുന്നു എന്തല്ല, എന്നിട്ട് ഈ പവനായിമാരിങ്ങനെ ശവങ്ങളായിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇനിയും പവനായിമാർ ശവങ്ങളാവാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് പവനായിമാർ ക്യൂവിലുണ്ട് ശവമായി മാറാൻ. അതായത് ഇപ്പം അവിടെ ഇഷ്യൂ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിയന്ത്രണത്തിന് പുറത്തുള്ള, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഇഷ്യൂവും പാലക്കാടില്ല. ഉണ്ടായിരുന്ന ഒരേ ഒരു ഇഷ്യൂ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. ഇനിയും
ആ കൺട്രോളിന് പുറത്തുള്ള കേസാണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശിവരാജനൊക്കെ പറഞ്ഞതുപോലെ സംഘം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവർക്ക് അത് കേട്ടേ പറ്റുള്ളൂ. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരൊന്നും അങ്ങനെ പോകുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ് അവർ പറഞ്ഞ കാര്യം, അതായത് പ്രശാന്ത് ശിവനോടൊപ്പമല്ല ഞങ്ങൾ BJP-യോടൊപ്പമാണ് എന്നാണ്. അതാണ് അതിന്റെ ശരിയായ നിലപാട്. നരേന്ദ്രമോദിയോടൊപ്പം അങ്ങനെയല്ലല്ലോ. നരേന്ദ്രമോദിയോടും സംഘടനയോടൊപ്പമാണ്. ഈ പ്രശാന്ത് ശിവനെ കണ്ടെത്തിയവർക്കൊപ്പമല്ല, പ്രശാന്ത് ശിവനെ വാഴിക്കുന്നവർക്കൊപ്പമല്ല. ഇനി ഇതെല്ലാം ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണെന്നാണല്ലോ ഓരോരോ ഘട്ടങ്ങളിലായി സുരേന്ദ്രൻ തട്ടിവിടുന്നത്. അവർക്കൊപ്പവുമല്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊപ്പമാണ്, ഞങ്ങളെന്ന് പറയുന്ന BJP-ക്കൊപ്പമാണ്. ആ ഉപാധിയാണ് RSS അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടേതല്ലാത്ത BJP-യുടെ പരിപാടിയിൽ പോകാതിരുന്നത്. വേണു അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഒരു നേതാവിൻ്റെയോ ഒരു നേതൃത്വത്തിൻ്റെയോ ഒപ്പത്തിന് അതിനേക്കാൾ കൂടുതൽ സംഘടനയോടൊപ്പം ആവണം ഓരോ പ്രവർത്തകനും. അല്ല, അങ്ങനെയെങ്കിൽ ആ സംഘടനയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്താണ് അവർ ഉണ്ടാകേണ്ടത്. അല്ലല്ല, അവിടെയാണ് നിതിൻ കണിച്ചേരി മീറ്ററിന്റെ കണക്ക് വരെ വെച്ചുകൊണ്ട് പറഞ്ഞത്. അല്ലെന്നേ, ആ മീറ്ററിന്റെ കണക്ക് വെച്ച് പറഞ്ഞത് അതാണ് നിതിൻ കണിച്ചേരി പറഞ്ഞത്. അങ്ങ് കണ്ടിട്ടില്ലേ VS അച്യുതാനന്ദൻ പിണറായിയുടെ യാത്രയുടെ അവസാനം ഈ പറയുന്ന ശംഖുമുഖം കടപ്പുറത്ത് എത്തിയിട്ടുള്ളത് അങ്ങ് കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ അതാണ് ഈ പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തി, വരച്ച വരയിൽ നിർത്തൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ അപ്പുറത്തേക്ക് മാറിയിരുന്നിട്ട് പിന്നെ സംഘടനയ്ക്കൊപ്പമാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യമാവുക? ഇത് ഇപ്പം അവർ ആ 9 പേരും ആ കൗൺസിലേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന അവർ ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് മാധ്യമങ്ങൾക്ക് വരകാം. അതിൻ്റെ പേരിൽ ആ നടക്കുന്ന ഒരു ചടങ്ങിൻ്റെ ആ ഒരു ശോഭ കെടുത്താൻ വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളും അല്ലാത്തവരുമായിട്ട് ഒരു ഷോ എവിടെ കാണിക്കാനുള്ള നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോയതിന്റെ നിരാശ കൂടിയാണ് വേണു ഈ പറയുന്നത്. ഒരാളുടെ വാദത്തിന് നല്ലൊരു ബലമുണ്ടാകണം. അങ്ങ് ഇപ്പൊ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഇങ്ങനൊരു വാദം? അവിടെ ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ കയറിയിറങ്ങി അതിന്റെ ശോഭ കെടുത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാനത് ഗൗരവമായി കാണാത്തോണ്ടാണ് ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. ശ്രീ സന്ദീപ് വാര്യർ ശരി, ഞാനത് വിടുകയാണ്. അത് വിടുകയാണ്. ഒരു രാഷ്ട്രീയമില്ലാത്തൊരു മറുപടി ഞാനത് വിടുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ നിതിൻ കണിച്ചേരി പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ നീക്കം നടത്തുന്നില്ല? അതിന് മറ്റെന്തെങ്കിലും ദുഷിച്ച താല്പര്യങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അതാണ് നിതിൻ ഒരു ശങ്ക പോലെ ഉന്നയിച്ച കാര്യം. വേണു, അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞ ഏതുവരെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല, കട്ടായിപ്പോയിരുന്നു. ഏതുവരെയുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു? അല്ല, ഇപ്പൊ ഈ പറയുന്ന പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സംഘത്തിന്റെ ആൾ അവിടെ വീട് കയറി ഇറങ്ങി ഈ വോട്ട് ചോദിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരുന്നു സംഘ നേതൃത്വത്തിലുള്ള ഒരാൾക്ക്. അവിടം വരെ കേട്ടു. യെസ് ഞാൻ അതാ പറഞ്ഞത്. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ RSSന്റെ പ്രചാരകന്മാർ നേരിട്ട് കയറി വോട്ട് പിടിച്ചത് 77 ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും അവർ ചെയ്യാത്ത കാര്യം ഇപ്പോഴെങ്ങനെ ചെയ്തു, അതും കൃഷ്ണകുമാറിന് വേണ്ടി എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് അവർ തന്നെ ആത്മപരിശോധന നടത്തട്ടെ. നേരിട്ട് കയറി വോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് പോലും എന്ത് സംഭവിച്ചു? എന്നിട്ട് പോലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നു. എന്നിട്ട് പറയാണ് ഈ ഒന്നും സംഭവിച്ചില്ല, പാലക്കാട്ടെ BJPക്ക് ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഒരു പരാജയമില്ല, ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൾ പുറത്തു പോയി എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണ്? നമ്മുടെ പണ്ട് മലബാർ ഭാഗത്ത് പറയുന്ന പോലെയാണ്, അച്ഛൻ തെങ്ങുമെന്ന് വീണു, ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനില്ല എന്ന് പറഞ്ഞ പോലെയാണ്. വിഭാഗ് കാര്യാലയം ഇരിക്കുന്ന സ്ഥലത്ത് പോലും വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കിട്ടുകയാണ്. 10 വോട്ടും 20 വോട്ടും മാത്രം UDF കിട്ടിയിരുന്ന വാർഡുകളിലാണ് അല്ലെങ്കിൽ ബൂത്തുകളിലാണ് ഇപ്പോൾ 150, 200, 300 വോട്ടിലേക്ക് UDF വളർന്നു വന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർ തന്നെ പറയട്ടെ. അപ്പൊ സന്ദീപ് പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
അതിനായാലും UDF നേതാക്കന്മാരും സ്ഥാനാർത്ഥി അടക്കം അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആ കാര്യത്തിൽ ആവശ്യമില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഇവർ പറയുന്ന ന്യായങ്ങൾ, അവിടുത്തെ പ്രശ്നം അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തു അവർ ഇപ്പോൾ ഇതുവരെ അംഗീകരിച്ചിട്ടേ ഇല്ല. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ പരാജയം ഇതേവരെ BJPയുടെ സംസ്ഥാനത്തും ചർച്ച ചെയ്തിട്ടുണ്ടോ? അവിടെ ചർച്ചയെ നടക്കാറില്ല. അതൊരു ജനാധിപത്യ പാർട്ടിയല്ല, അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയാണ്. ഇപ്പൊ ഈ അരിയിട്ട് വാഴ്ച, അതിലെവിടെയാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ആ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ അഭിപ്രായ സമന്വയത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 3 ആളുകളെയും പരിഗണിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് യുവത്വത്തെ പരിഗണിക്കലാവുന്നത്? അവിടെ മറ്റുള്ള സ്ഥാനാർത്ഥികളും യുവാക്കളായിരുന്നു. അല്ല, അവിടെ സുരേന്ദ്രൻ പറയുന്നത് അതത് ജില്ലകളിൽ ഇങ്ങനെ സ്വീകാര്യരായ പലരും ഉണ്ടാകാം. പക്ഷേ സംസ്ഥാന തലത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ മറ്റൊരുപാട് ഘടകങ്ങൾ വരും. അവിടെയാണ് ഈ പറയുന്ന സാമുദായിക പ്രാതിനിധ്യം, യുവജനങ്ങളുടെ പ്രാതിനിധ്യം, പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, ഇതെല്ലാം പരിഗണിക്കുന്ന ഒരു ലിസ്റ്റ് ആവുക. പിന്നെ കേന്ദ്ര നേതൃത്വമാണ് അവസാനമായി ഇതെല്ലാം തീർപ്പാക്കി പറയുന്നത് എന്നുമാണ് സുരേന്ദ്രൻ പറയുന്നതിനുള്ള അങ്ങയുടെ മറുപടി. അപ്പൊ പിന്നെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ ഇലക്ഷൻ അല്ല സെലക്ഷൻ ആണ് എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പൊ BJPയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ബൂത്ത് തലം മുതൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറഞ്ഞതേ തട്ടിപ്പാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല. അവിടെ എല്ലാം നടന്നിട്ടുള്ള നോമിനേഷനാണ്. തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറയുന്ന അവകാശവാദം തെറ്റാണ്. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇവിടെ നടക്കാത്ത തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറഞ്ഞ് ഇതെല്ലാം ഇവരുടെ ഈ ഇന്നലെ മുതൽ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അവിടെ ഈ പറയുന്ന ആളുകൾ മത്സരിക്കുക, അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുക, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു സമവായം ഉണ്ടായി ആ ഏറിയും കുറഞ്ഞും വോട്ട് കിട്ടിയവരിൽ നിന്നൊരാൾ വന്നാൽ പോലും മനസ്സിലാക്കാം അവിടെ എങ്ങുമില്ലാത്ത മറ്റൊരാൾ അവിടെ പ്രസിഡന്റായി വരിക. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ BJPയുടെ മാത്രം സവിശേഷതയാണോ? എൻ്റെ വേണു, നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളിലെയും ഈ ജനാധിപത്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഈ നേതൃത്വത്തിലേക്ക് വരുന്ന ആ സിസ്റ്റം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇവിടെ ഈ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ നടക്കുന്ന ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഇലക്ഷൻ പ്രോസസ്സ് ഒരു പാർട്ടിയിലും ഇല്ല. അത് വാസ്തവമാണ്. അല്ല, ശരി തന്നെ. പക്ഷേ ഒരു മത്സരം നടത്തുക, ആ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുക, അതിൽ ഉയർന്ന വോട്ട് കിട്ടുക, എന്നിട്ട് ആ ചിത്രത്തിലൊന്നും ഇല്ലാത്ത ഒരാൾ എന്നാ പിന്നെ നേതൃത്വത്തിന് ആദ്യം അങ്ങ് തീരുമാനിച്ചൂടെ? ഇതൊരു പ്രഹസനമെന്ന് പ്രമേള അതുകൊണ്ടാണ് പറയുന്നത്. അല്ലല്ല, ഒരു സെക്കൻഡ് അങ്ങേക്ക് എങ്ങനെ വേണമെങ്കിൽ BJP നിരീക്ഷകൻ എന്ന നിലയിൽ പുറത്തുനിന്ന് അങ്ങ് പറയുന്ന കാര്യങ്ങൾ BJPക്കകത്തുള്ള പ്രമീള പോലും തള്ളിക്കളയുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ വാദത്തിന്റെ ബലം വരിക? ഓക്കെ, അല്ല അത് വിളിക്കുക, അത് ഞാനതല്ല പറഞ്ഞേ. ഇതിപ്പോൾ ഒരു കാര്യമുണ്ട്. ഇവിടെ മല്ലികാർജുൻ ഖാർഗെ എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രസിഡന്റ് ഈ കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. അങ്ങേർക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും വിലയുണ്ടോ? അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മല്ലികാർജുൻ ഖാർഗെയെ തോൽപ്പിച്ചു ശശി തരൂര്, കണക്കടക്കമുണ്ട്, സന്ദീപ് വിവേകം. അല്ലല്ല, അതൊന്നും ഒരു തരത്തിലുള്ള താരതമ്യവും സാധ്യമല്ല. ഖാർഗെയും തരൂരും കൂടെ മത്സരിച്ചിട്ട് സോണിയാഗാന്ധി അധ്യക്ഷയായെങ്കിൽ അങ്ങ് പറയുന്നതിൽ ന്യായമുണ്ട്. അല്ലല്ല, തുടർച്ചയായി യുക്തിയില്ലാത്ത വാദങ്ങൾ നിരത്തല്ലേ സന്ദീപ് വിവേകം? ഞാൻ പറയുന്നത് അതായത് ജനാധിപത്യത്തെ പറ്റിയൊന്നും പാർട്ടി ജനാധിപത്യത്തിനെ പറ്റിയൊന്നും ആരും പ്രസംഗമൊന്നും നടത്തണ്ട. ഒരു പരിധി വരെ ഇതിന്റെ അകത്ത് നടക്കുന്നത് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പറ്റി തെരഞ്ഞെടുപ്പിനെ അല്ലല്ല, സ്വന്തം യുക്തിയുടെ ബലഹീനത കൊണ്ടാണ് ഞാൻ അങ്ങേ വിടുന്നത്. ശ്രീ സന്ദീപ് വേഗം മറുപടി. ഒന്ന്, AICCയുടെ കാര്യത്തിൽ AICC പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. കൃത്യമായി തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് AICC പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്. ഒന്ന്, അദ്ദേഹം സെൽഫ് വോട്ട് അടിച്ചാണ് ആകെ പറഞ്ഞത്. ഒന്ന്, രണ്ട്, ഇവരുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്?
വേണു ഒരു 2012 ഇറങ്ങിയ ഒരു ഹോളിവുഡ് പടമുണ്ട്, അലാദീൻ ഡിക്റ്റാറ്റർ എന്നൊരു പടമുണ്ട്. അതിൽ അലാദീൻ എന്ന് പറയുന്ന ഏകാധിപതിയായിട്ടുള്ള രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യത്ത് നടത്തുന്ന ഒരു ഒളിമ്പിക്സ് മത്സരമുണ്ട്. അതിൽ അദ്ദേഹമാണ് എല്ലാ മത്സരങ്ങളും സ്വർണ്ണം നേടുന്നത്. എതിരാളികളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് സ്വയം ഓടി 100 മീറ്ററിൽ ലോക റെക്കോർഡ് പ്രഖ്യാപിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെയാണ് BJP-യിലെ തെരഞ്ഞെടുപ്പ്. ഒപ്പം ഓടുന്നവന്റെ കാലിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് ഞാൻ മാത്രമാണ് വിജയി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, സെലക്ഷൻ ആണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ നാം പരിഹാസ്യം എന്ന് പറഞ്ഞാലും ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് CPM-നടക്കം വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ BJP നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അത് തൃശ്ശൂരിലടക്കം, മലപ്പുറത്തടക്കം, കേട്ടല്ലോ നിതിനെ, മലപ്പുറത്തടക്കം 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാർ BJP-ക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, മലപ്പുറത്തടക്കം. ഇനി ഈ പറയുന്ന അല്ല സന്ദീപേ, ക്ഷമിക്കണം, സമയമില്ല സന്ദീപ്, ഒറ്റ സെക്കൻഡ് അറിയില്ല. അതിൽ സാങ്കേതിക പ്രശ്നമുണ്ട്. BJP വർഷങ്ങൾക്ക് മുമ്പ് 33% വനിതാ സംവരണം സ്വന്തം പാർട്ടിക്കകത്ത് നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. 30 ജില്ലാ പ്രസിഡന്റുമാരിൽ കേവലം 4 പേര് മാത്രമേ വനിതകളുള്ളെങ്കിൽ, ശരി, അതെല്ലാം സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി സാധ്യമല്ലാത്ത മാറ്റമാണ് വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സന്ദീപേ, നിതിൻ, അങ്ങനെ വരികയാണ്. ഇനി 14 ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ക്രിസ്ത്യൻ പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാര്. SC/ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, 2 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ പിന്നാക്ക പ്രാതിനിധ്യം, ന്യൂനപക്ഷ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം, 3 പ്രസിഡന്റുമാരും 40 വയസ്സിൽ താഴെയുള്ളവര്. ഇങ്ങനെ ഇൻക്ലൂസീവാണ് BJP. ഞങ്ങൾ സവർണ പാർട്ടിയല്ല, കാരണം പിന്നോക്കക്കാരെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പറയുന്ന വർഗീയ പാർട്ടിയല്ല, ന്യൂനപക്ഷക്കാരെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീവിരുദ്ധമായ പാർട്ടിയല്ല, ഞങ്ങൾ വനിതാ പ്രസിഡന്റുമാരെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ യുവത്വം കൊണ്ടുവരും എന്ന് പറയുക മാത്രമല്ല, ഞങ്ങൾ യുവത്വത്തെ BJP-യുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ വാദഗതികൾ. നിങ്ങളുടെ സമ്മേളനവും നടക്കുകയാകും, എന്താകും സ്ഥിതി? നോക്കൂ, ഇതെല്ലാം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് ഇങ്ങനെ ജാതിയും മതവും ഇതൊക്കെ തിരിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ BJP എത്രത്തോളം അപഹാസ്യമാവുന്നു ജനങ്ങൾക്കിടയിൽ എന്നുള്ളതിന്റെ സൂചനയാണ്. അവർക്ക് അവരുടെ പ്രസിഡന്റ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാനത് പറഞ്ഞു, അവർക്ക് ഏത് പ്രസിഡന്റിനെയും അവരുടെ ഭാരവാഹികളെയും തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുള്ളതാണ്. പക്ഷേ BJP-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളുടെ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് പാലക്കാടും ഇപ്പൊ കേരളത്തിലാകെയും BJP-ക്കകത്തുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളെയും കാണേണ്ടത്. CPM-നെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ ജനാധിപത്യപരമായി സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ചേർന്ന് കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അതിന്റെ ഭാരവാഹിയെ തെരഞ്ഞെടുക്കുന്ന അത്രയും സിസ്റ്റമാറ്റിക്കായി ജനാധിപത്യപരമായി പോകുന്ന മറ്റേതെങ്കിലും ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു വനിതാ ജില്ലാ ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറി നോക്കൂ, ഒരു വനിതാ ജില്ലാ സെക്രട്ടറി അല്ല, നോക്കൂ വേണു, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന രാജ്യമല്ലേ ഇന്ത്യ രാജ്യം. എന്നിട്ട് ഇന്ത്യയിലെ എല്ലാ വനിതകളുടെയും പ്രശ്നം പരിഹരിച്ചോ? എത്ര ശക്തമായ ഒരു വനിതാ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചോ? ഇത്രയും പുരുഷ സെക്രട്ടറിമാർ വന്നിട്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചോ? പുരുഷ പ്രധാനമന്ത്രി നെഞ്ചിന്റെ ഇഞ്ചെത്ര എന്ന് വരെ പറയുന്ന ഒരു പുരുഷ പ്രധാനമന്ത്രി വന്നിട്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചോ? അത് വിദണ്ഡവാദമാണ് നിതിൻ. അല്ല വേണു, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്ര ജില്ലാ പ്രസിഡന്റുമാരെ ഞങ്ങളാക്കി, ഇത്ര ബ്ലോക്ക് പ്രസിഡന്റുമാരെ ഞങ്ങളാക്കി, അതുകൊണ്ട് ഞങ്ങൾ ഇതിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയുന്ന BJP-യുടെ നിലപാടിനെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങൾ മാതൃകാപരമായ പല കാര്യങ്ങളും 33% പഞ്ചായത്തുകളിലെ സ്ത്രീ പ്രാതിനിധ്യം ഇടതുപക്ഷ 50%-ലേക്ക് ഉയർത്തിയ ചരിത്രം നിങ്ങൾക്കുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വനിതകളെയോ മറ്റാരെങ്കിലെയും കൊണ്ടുവന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ ഒഴിഞ്ഞു മാറി. അത് ഈ പാലക്കാട് നഗരസഭയിൽ അവിശ്വാസം ഉൾപ്പെടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വേണ്ടത്ര ജാഗ്രതയില്ല, അല്ലെങ്കിൽ അതിന് സമയമായിട്ടില്ല. എന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഞാൻ ശ്രീ സജീവൻ സാറിലേക്ക് അവസാനമായി. ശ്രീ സജീവൻ, നമുക്ക് നോക്കാം. ഈ ശിവരാജൻ മാങ്കൂട്ടത്തിലേക്ക് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യം വന്നല്ലോ.
അപ്പയില്ലാത്ത എന്ത് വിഷമമാണ് ഷാബുവിന് ഉണ്ടാകാൻ പോകുന്നത്? ഈ പറയുന്ന 9 കൗൺസിലർമാർ ഈ പ്രശാന്ത് ശിവനെ അവരോധിക്കുന്ന ഘട്ടത്തിൽ വന്നാൽ അവിടെ മാധ്യമങ്ങൾ വന്ന് ഇതിന്റെ ശോഭ കെടുത്തുമെന്നാണ് പറയുന്നത്. ഇല്ല, അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറഞ്ഞ പോലെ സത്യത്തിൽ യുക്തിയില്ലായ്മയല്ല, അത് വളരെ അപഹാസ്യമായിട്ട് നിലപാട് കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കൗൺസിലർമാർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് എല്ലാവർക്കും ബോധ്യപ്പെടുക. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയും എങ്ങനെയായിരിക്കും? പ്രതിഷേധിച്ച വിമത ബി ജെ പി നേതാക്കന്മാർ അവിടെ എത്തിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന വാർത്തയാണ് നമ്മൾ കുറേ കാലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾ എന്നല്ലേ അറിയാമല്ലോ. ആ രീതിയിലാണ് വാർത്ത കൊടുക്കുക. അദ്ദേഹം പറഞ്ഞ പോലെ അതിനകത്ത് എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുകയെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് വളരെ എന്താണ് യുക്തിഹീനം മാത്രമല്ല, അത് തീർത്തും ദുർബലം മാത്രമല്ല, സത്യത്തിൽ വിവരക്കേടെന്ന് പറയാവുന്ന ഒരു പ്രതികരണം മാത്രമാണ്. ശരി, എന്തായാലും BJPയുടെ കെട്ടുപൊട്ടിച്ചിരിക്കുകയാണ് 9 കൗൺസിലർമാർ. RSS ആണ് ഇപ്പോൾ അവരെ തൽക്കാലം ഈ പറയുന്ന എല്ലാ ഉപാധികളും അംഗീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുനയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. RSSന്റെ കെട്ട് ഈ 9 പേർ എപ്പോൾ പൊട്ടിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.